കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം മതി, അതിനു മുന്നേ ആലോചിക്കേണ്ടതില്ല എന്ന് പറയുന്നത്, അതിനു മുന്നേ പ്രചാരണം തുടങ്ങാൻ ഫണ്ടില്ല എന്ന് തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങുമ്പോൾ BJP 6500 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം വാങ്ങിയ രണ്ട് പാർട്ടികൾ, ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസുമാണ്. അന്ന് 1200 കോടിയിലധികം രൂപയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാങ്ങിയത്. 1123 കോടി രൂപ. CPM ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു നയാ പൈസ വാങ്ങിയിട്ടില്ല. അപ്പോൾ പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ് CPMന്റെ കയ്യിൽ പൈസ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ വാങ്ങിയ പാർട്ടി കോൺഗ്രസ് ആണ്, CPM അല്ല. 2023-24 കണക്കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 1225 കോടി രൂപയാണ് 2023-24 സാമ്പത്തിക വർഷം കിട്ടിയ വരുമാനം. CPMന് കിട്ടിയതാവട്ടെ കഷ്ടിച്ച് 167 കോടി രൂപ മാത്രമാണ്. അപ്പൊ പൈസ കയ്യിലില്ല എന്നുള്ളതൊന്നും CPM പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ഷൻ നേരിടേണ്ടത് ഇന്ത്യ മുഴുവനായിരിക്കാം. പക്ഷേ നോക്കൂ, പൈസ കയ്യിലില്ലാത്തതുകൊണ്ടല്ല ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് പ്രകടനം നടക്കാത്തത്. അത് പാർട്ടിക്കുള്ളിൽ ആശയപരമായി എന്താണ് ഒരു റോഡ് ഷോ നടത്താൻ വേണ്ടി റോഡ് ഷോ ഒക്കെ CPM പ്ലാൻ ചെയ്തതാണ്. CPM മാത്രമേ നടത്തിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ മാധു പറഞ്ഞതിന്റെ കൂടെ ഒരു കണ്ടിന്യൂഷൻ കൂടി ഉണ്ട്. മാധു പറഞ്ഞല്ലോ, ഈ ശിവഗിരിയിലെ സ്വാമി ഇന്നിപ്പോ 18 സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞു. CPMലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ സജസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു സഭയുടെയോ സമുദായത്തിലെയോ നേതാവിന് ധൈര്യം വരൂ? ശിവഗിരി മഠത്തിനോ കേരളത്തിലെ ഏതെങ്കിലും ധൈര്യപ്പെടില്ല. അങ്ങനെ പറയാൻ പാടില്ല. ശിവഗിരിയിൽ നിന്ന് വന്ന മറ്റൊരു അഭിപ്രായം അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട പ്രസ്ഥാനമല്ല ഇതെന്നുള്ളതാണ്. അത് അഭിമാനകരമായ ഒരു, നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. അത് അംഗീകരിച്ചതായിട്ട് ഇതുവരെ കോൺഗ്രസിൽ ഒരാളുടെ പ്രതികരണമായിട്ടില്ല. നമുക്ക് അവിടെ പോയി കോൺഗ്രസ് എനിക്ക് KPCC അധ്യക്ഷനാകണമെന്ന് പോയി പറഞ്ഞത് കൊടിക്കുന്നിൽ സുരേഷാണ്. എനിക്ക് മത്സരിക്കണമെന്ന് പറയുന്ന അടൂർ പ്രകാശ് ആണെങ്കിൽ മോശമാണ്. കേരളത്തിൽ TP രാമകൃഷ്ണൻ LDF കൺവീനർ ഏതെങ്കിലും ഒരു സമുദായത്തിനടുത്ത് പോയിട്ട് എന്നെ മത്സരിപ്പിക്കണമെന്ന് പറയേണ്ട ആവശ്യം കേരളത്തിലെ CPMന് ഇല്ല. അതാണ് കോൺഗ്രസിന്റെ ദുരവസ്ഥ. കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമായി മാറുന്നു. അവിടെ ഹൈക്കമാൻഡും ഇല്ല, സെമി കേഡറും ഇല്ല, ഒന്നുമില്ല. തീരുമാനിക്കുന്നത് ഇവിടുത്തെ സഭയും സമുദായവുമാണ് എന്ന അവസ്ഥയിലേക്ക് മാറരുത് എന്നതാണ് പറഞ്ഞത്. കോൺഗ്രസ് ഒരു ലെഗസി ഉണ്ട്. അതാണ് മാധു പറയാൻ ശ്രമിച്ചത്. ഞാൻ മാധുവിന്റെ ആ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു.